ഏതാണ്ടൊരു തൃശ്ശൂർ പൂരം കഴിഞ്ഞ പ്രതീതി. ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, മഠത്തിൽ വരവ്, കുടമാറ്റം, ചമയ പ്രദർശനം, വെടിക്കെട്ട്. BJPക്ക് ആറ്റുനോറ്റ് ഒരു പുതിയ പ്രസിഡന്റിനെ കിട്ടിയപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടത് തൃശ്ശൂർ പൂരമല്ലാതെ പിന്നെ എന്തായിരുന്നു? പുതിയ പ്രസിഡന്റ് ഔദ്യോഗികമായി ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണ്. BJP പ്രസിഡന്റ് ആയതുകൊണ്ട് ജനം TVയുടെയും മുതലാളിയാണെന്ന് സാങ്കേതികമായി വേണമെങ്കിൽ പറയാം. എന്നാൽ മാതൃഭൂമിക്കും മനോരമയ്ക്കും 24നും വരെ ഇയാൾ മുതലാളിയാണെന്ന് തോന്നിപ്പോകും പ്രസിഡന്റിൻ്റെ അരിയിട്ട് വാഴ്ചയുടെ വാർത്തകൾ കണ്ടാൽ. ഒടുക്കം സ്ഥാനമേറ്റ ശേഷം ജന്മനാടിൻ്റെയും അച്ഛൻ്റെയും അടക്കം വിശദാംശങ്ങൾ മംഗ്ലീഷിൽ എഴുതി വിക്കിയും ഞെരങ്ങിയും മൂളിയുമൊക്കെ വായിക്കുന്നത് കാണുമ്പോൾ മനുഷ്യനായി പിറന്ന ആർക്കായാലും സങ്കടം വരും, പൊട്ടിക്കരയും. അതുവരെ PR ഏജൻസികൾ ചെയ്ത പബ്ലിക് റിലേഷൻസ് അഭ്യാസങ്ങൾ ഫലിച്ചു. പക്ഷെ മലയാള പ്രസംഗം ശോകമായിപ്പോയി. മലയാളത്തിലുള്ള പ്രസംഗം നമുക്ക് പറ്റിയ പണിയല്ല എന്ന് BJP മുതലാളി കാണിച്ചു തന്നു. എത്രയെത്ര വാർത്തകൾ, കാർഡുകൾ, അഭിമുഖങ്ങൾ. ആളില്ലാത്ത RSPയുടെ പോലും ഗ്രൂപ്പ് കളിയെപ്പറ്റി വാദോരാതെ വാർത്ത കൊടുക്കുന്നവർക്ക് BJPയിൽ ഇപ്പോൾ ഗ്രൂപ്പ് കളിയുണ്ടെന്ന് പറയാൻ പോലും പേടി. മുതലാളിയെ ഏഷ്യാനെറ്റ് ഭയക്കുന്നതിൽ കാര്യമുണ്ട്. കാരണം കുംഭമേളയെക്കുറിച്ച് അരുതാത്തതെന്തോ പറഞ്ഞതിന് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ശാസിച്ചിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല. ജനം TVക്കും ജന്മഭൂമിക്കും പേടിക്കണം. പക്ഷേ എന്തിനാണ് മറ്റു ചാനലുകളും മാതൃഭൂമി മനോരമാദി പത്രങ്ങളും ഇയാളുടെ PR പണി ഏറ്റെടുക്കുന്നത്? മുതലാളിയുടെ കിരീടധാരണത്തിലെ മാധ്യമാഘോഷങ്ങൾക്ക് പെയ്ഡ് ന്യൂസിൻ്റെ ഒരു മണമില്ലേ? പോരാളിയായ നായകൻ എന്നാണ് കോർപ്പറേറ്റ് മുതലാളിയെ വിശേഷിപ്പിച്ചുകൊണ്ട് മലയാള മനോരമ ലേഖകൻ സുജിത് നായരുടെ വാഴ്ത്തുപാട്ട്. ഇനി ഏതായാലും ഏഷ്യാനെറ്റിലെ അവതാരകൻ വിനു വി ജോണിന് പനി പിടിച്ചാൽ ജനം TVയിലെ അനിൽ നമ്പ്യാരെ എമർജൻസിയായി വിളിച്ചു വരുത്തി ന്യൂസ് അവറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരേ ഇണത്തിൽ ഇരുവരും സംഘപരിവാർ സ്തുതികൾ പാടിക്കോളും. കവർ സ്റ്റോറിയും ഗമ്മും വേണമെങ്കിൽ അതേപടി ജനം TVയിൽ അവതരിപ്പിച്ചാലും ആരും കുറ്റം പറയില്ല. സുരേന്ദ്രനെയും മുരളീധരനെയും ഒക്കെ ആവും വിധം വിമർശിച്ചും കളിയാക്കിയും നടന്ന ഗമ്മിനും കവർ സ്റ്റോറിക്കും നേരോടെ നിർഭയം പുതിയ പ്രസിഡന്റിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനാകുമോ? ഏപട്ടെ. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവോടെ BJPയുടെ തീവ്ര മൃദു ഹിന്ദുത്വ ലൈനിൽ മാറ്റമുണ്ടാകുമെന്നും പ്രൊഫഷണൽ സ്പർശമുണ്ടാകുമെന്നുമാണ് 24 ന്യൂസിൻ്റെ കണ്ടെത്തൽ. അതായത് BJP ഹിന്ദുത്വ തീവ്രവാദികളുടെ പാർട്ടിയാണെന്ന് സംശയിക്കുന്നവർക്ക് ആ സംശയം അങ്ങോട്ട് മാറ്റിവെച്ച് BJPയുമായി സഹകരിക്കാം എന്ന ആഹ്വാനമാണത്. എന്നാൽ കളമശ്ശേരിയിൽ കഴിഞ്ഞ വർഷം യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ യോഗത്തിൽ സ്ഫോടനം നടത്തിയത് മുസ്ലിം തീവ്രവാദികളാണെന്ന് കേരളത്തിലെ BJP നേതാക്കൾക്ക് ഒരു മുഴം മുമ്പേ പ്രഖ്യാപിച്ച് കൈപൊള്ളിയ മുതലാണ് ഈ മുതലാളി. വിവിധ മതസ്ഥർ രമ്യതയോടെ കഴിയുന്ന കേരളത്തിലെ മനുഷ്യർക്കിടയിൽ വിഷം പടർത്തിയ ആ പ്രസ്താവനയെക്കുറിച്ച് ഇപ്പോഴെന്ത് തോന്നുന്നു എന്നൊരു ചോദ്യം ഏതെങ്കിലും ഒരു ചാനലോ പത്രമോ ഈ മുതലാളിയോട് പറഞ്ഞത് കേട്ടോ? നമ്മൾ കേൾക്കില്ല. കാരണം വർഗീയത ചീറ്റുന്ന ഘോര വിഷപ്പാമ്പുകളെ തോളത്ത് വയ്ക്കാനും ഹാരമായി മാറിലണിയാനും ഈ മാധ്യമങ്ങൾക്ക് മടിയില്ല. വർഗീയതയുടെ പേരിൽ നാട്ടുകാർ പരസ്പരം വെട്ടിക്കീറി മരിച്ചാലും അവർക്കൊന്നുമില്ല. ഞങ്ങൾ മുതലാളിയുടെ ആൾക്കാരാണെന്ന് പറയുന്നതിൽ അശേഷം നാണമില്ലാത്തവരാണ് ഈ മാധ്യമങ്ങൾ.